എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 10th പ്രിലിംസിൻ്റെ എക്സാം നടക്കുകയാണല്ലോ. 2 എക്സാം ഉണ്ട്, രാവിലെ ഉച്ചയ്ക്കും 2 എക്സാം ഉണ്ട്. ഇത് PSC കോമ്പറ്റേറ്റീവ് എക്സാംസിന് സാധാരണയായി ചോദിച്ചു കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്, അതിൻ്റെ കുറച്ച് തിയറികൾ, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഫാസ്റ്റസ്റ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷന്, അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡിൽ എക്സാം ഹാളിൽ എങ്ങനെ സ്പീഡിൽ ഇത് ചെയ്യുക, അതിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സും ട്രിക്കുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് ഫോർമുലാസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. LGS-നായാലും എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ് ബോട്ട്മാസ് റൂൾ വെച്ച് ചെയ്യുക. ബോട്ട്മാസ് റൂൾ ഒരു കണക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു മൈനസ് ഡിവിഷന് പ്ലസ് അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും, അതാണ് നമ്മൾ നോക്കുന്നത്. അതിലാണ് ബോട്ട്മാസ് റൂൾ എന്ന് പറയുന്നത്. ബോട്ട്മാസ് റൂൾ അനുസരിച്ച് വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ. ബോട്ട്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും ഓരോ കാര്യത്തെ ഓരോ കാൽക്കുലേഷനെ പ്രതികരിക്കുന്നു. ബി ബ്രാക്കറ്റ്, ആ തന്നിരിക്കുന്നതിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ വേണം ആദ്യം അത് ക്രിയേറ്റ് ചെയ്യാൻ. അതിന് ശേഷമേ ബാക്കിയൊക്കെ ചെയ്യാവൂ. പിന്നെ ഓഫ് ഡി ഡിവിഷൻ, പിന്നെ ഹരണമാണ് ചെയ്യണ്ടേ. അതും കഴിഞ്ഞ് ഗുണനം ചെയ്യാവൂ, ഗുണിക്കാവൂ. അതായത് M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, അത് കഴിഞ്ഞ് അഡീഷൻ കൂട്ടാനുള്ളത്, പിന്നെ കുറയ്ക്കാനുള്ളത് S സബ്ട്രാക്ഷൻ. ഈ ക്രമത്തിന് വേണം ചെയ്യാൻ. ചെയ്തില്ലെങ്കിൽ അത് തെറ്റിപ്പോവും, ആൻസർ തെറ്റായിരിക്കും. അതുകൊണ്ട് ബോട്ട്മാസ് റൂൾ എന്താണ്, ബോട്ട്മാസ് റൂൾ വെച്ചുള്ള 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ബോട്ട്മാസ് റൂള് ബി ബ്രാക്കറ്റ് ഓഫ് ഡി ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ, ബ്രാക്കറ്റ് ഓഫ്, പിന്നെ ഡിവിഷൻ ഹരണം ഉണ്ടെങ്കിൽ അത്, അതിന് ശേഷം ഗുണനം, അത് കഴിഞ്ഞ് സങ്കലനം, കൂട്ടല്, കുറയ്ക്കല്. അങ്ങനെ ആ ക്രമത്തിന് വേണം ചെയ്യാൻ. നമുക്കിവിടെ ഒരു ഇതിന് ചോദിച്ച ഒരു പ്രോബ്ലം നോക്കാം. 3 × 2 ÷ 2 ഹരണം -4 + 5 × 2. അപ്പോൾ ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. 2 ÷ 2 എന്ന് പറയാം 1. 2നെ 2 കൊണ്ട് എഴുതുമ്പോൾ 1. അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതുക. പിന്നെ എന്തോ ഉണ്ട് അതെല്ലാം എടുത്ത് എഴുതാം. ഒരു -4 + 5 × 2 ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഒരു 3 × ഉണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കുന്ന ഒന്നിച്ച് ചെയ്യാം, ബാക്കി പിന്നെ ചെയ്യാം. 5 × 2 എത്ര? 10. ഇവിടെ 3 × 1 എത്ര? 3. പിന്നെ ഇവിടെ എന്തോ ഉണ്ട് അതങ്ങ് എടുത്തെഴുതാം. 3 × 1 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു -4 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലസ് കഴിഞ്ഞിട്ട് 5 ഈ -4 പ്ലസ് ബാക്കി ഗുണിക്കുന്ന 2 ഇവിടെ എടുത്തെഴുതി. 5 × 2 10, 3 × 1 3, പിന്നെ ഒരു -4 പ്ലസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇനി കൂട്ടുന്നത് ഒന്നിച്ച് കൂട്ടുക. 3 + 10, അതായത് 3 + 10 എത്ര? 13. പിന്നെ പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു എഴുതും -4. 13 - 4 എന്ന് പറഞ്ഞാൽ 9 ഓപ്ഷൻ A ആണ് ഉത്തരം. 13 - 4 എന്ന് പറഞ്ഞാൽ 9 ഓപ്ഷൻ A ആണ് ഉത്തരം. നമുക്ക് ബോട്ട്മാസ് നിയമം വെച്ചുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 15 + 33 ÷ 11 ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 12 ÷ 3 -10. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ആ ക്രമത്തിലൂടെ. അപ്പോൾ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ഒന്ന് ചെയ്യാം. 12 ÷ 3 എന്ന് പറയുന്നത് 4. പിന്നെ വലത്തോട്ടൊരു -10 ഉണ്ട്. പിന്നെ ബ്രാക്കറ്റിന് വെളിയിൽ എന്തുണ്ടായിരുന്നു അതെല്ലാം അതുപോലെ തന്നെ എഴുതാം. ബ്രാക്കറ്റിന് ഉള്ളിലുള്ളത് ചെയ്തു, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് ഡിവിഷനുണ്ട്. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഡിവിഷനുണ്ട്. അപ്പോൾ ഡിവിഷൻ ചെയ്യണം. പിന്നെ ഇവിടെ 33നെ 11 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 3. പിന്നെ റൈറ്റിലോട്ട് എന്തോ ഉണ്ട്? ഇൻറ്റു, അതങ്ങ് എടുത്തെഴുതുക. 4 - 10. ഇവിടെ ലെഫ്റ്റിലോട്ട് എന്തോ ഉണ്ട്? 15 പ്ലസ്. ഇനി ഇൻറ്റു വേണം ഒന്ന് ചെയ്യാൻ, മൾട്ടിപ്ലിക്കേഷൻ. ഈ ഓർഡറിൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ഇല്ല. ഇവിടെ ബ്രാക്കറ്റ് കഴിഞ്ഞ് ഡിവിഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ 3 × 4 എത്ര വരും? 12. പിന്നെ റൈറ്റിലോട്ടൊരു -10 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 15 പ്ലസ് ഉണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ കൂട്ടാം. 15ഉം 12ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 27 ഒരു -10 =
17 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം 17. ഈ ഓർഡറിൽ വേണം ചെയ്യാൻ. ഇത് ഒരു PSC ക്വസ്റ്റ്യനാണ്, LGSൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എക്സാംസിന് വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 മാസത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബോഡ് മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ഒരു ചോദ്യം നോക്കാം. ഇവിടെ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ബ്രാക്കറ്റിൽ 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയാൻ 4. ബാക്കിയുള്ളത് അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. ബ്രാക്കറ്റിന് വെളിയിൽ എന്തുള്ളതെല്ലാം അതുപോലെ അങ്ങ് എഴുതുക. ഇനി നമുക്ക് ഡിവിഷൻ വേണം ചെയ്യാം. 33 ഡിവൈഡഡ് ബൈ 11, 11 3 33. അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുക. ബാക്കിയുള്ള അതുപോലെ എഴുതുക. ഒരു ഇൻറ്റു 4 മൈനസ് 10 ഉണ്ട്. ഇവിടെ ഒരു 15 പ്ലസ് ഉണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അതായത് 3 ഗുണം 4 എത്ര വരും? 12. റൈറ്റിലോട്ടൊരു -10, ലെഫ്റ്റിലോട്ടൊരു 15 പ്ലസ് 15 പ്ലസ് 12 മൈനസ് 10. 15 പ്ലസ് 12 എത്ര? 27 മൈനസ് 10 സമം 17 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബോഡ് മാസ് നിയമം വെച്ച് ചെയ്യാനുള്ള കണക്കാണ്. ബ്രാക്കറ്റ് ആദ്യം ചെയ്യും. ബോഡ് മാസ് നിയമം വെച്ച് ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ 15 നെട്ട് പോകുക എത്ര? 7. ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെ എഴുതുക. 20 ഡിവൈഡഡ് ബൈ 4 മൈനസ് 5 ഇൻറ്റു 5. ബാക്കിയുള്ള അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. 20 ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളത് മാത്രം എടുത്ത് ചെയ്യുക. ആദ്യം ഡിവിഷൻ ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓഫ് കൂടില്ല. ഇവിടെ ഡിവിഷനുണ്ട്. 120നെ 4 കൊണ്ട് ഹരിക്കുക. അതായത് അത് വേണം പിന്നെ ചെയ്യാൻ. ആ ഓർഡർ അനുസരിച്ച് 120നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 30 വരും. പിന്നെ ഉള്ളത് ഇതുപോലെ എടുത്തെഴുതുക. -5 ഇൻറ്റു 5. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇടത്തോട്ടൊരു പ്ലസ് 20 ഇൻറ്റു 7. അപ്പോൾ ഇനി ഇവിടെ രണ്ടിടത്ത് ഗുണിക്കാനുള്ളതുണ്ട്. ഗുണിക്കാൻ 5 ഇൻറ്റു 5. ഇവിടെ 20 ഇൻറ്റു 7. 20 ഇൻറ്റു 7 എത്ര വരും? 140. പിന്നെ ഇവിടെ ഒരു 5 ഇൻറ്റു 5 എത്ര വരും? 5 ഇൻറ്റു 5 25 വരും. ഇവിടെ ചിഹ്നം മൈനസ്. -5 ഇൻറ്റു 5 -25. പിന്നെ ഇവിടെ ഉള്ളത് എടുത്തെഴുതുക. +30. ഇനി ഇവിടെ കൂട്ടാനുള്ളത് കൂട്ടി അത് കുറച്ചാൽ മതി. ആദ്യ ഹരണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. 140 30 എത്രയാണ്? 170. 170 25 പോക എത്രയാണ്? 145 വരും. ഓപ്ഷൻ സി ആണ് 145. ബോഡ് മാസ് നിയമമുള്ള ചോദ്യങ്ങൾ ഞാൻ വരുന്നത് സാധാരണ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. LD ക്ലർക്കിനും LGSനും എല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാം. ഈ മോഡലിൽ ചെയ്യാൻ വന്നാൽ ഈ 1ന് പകരം ഇവിടെ ഛേദം എത്രയാണോ അതുപോലെ അതിൻ്റെ 1ന് വരെ 5/5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 5/5 മൈനസ് 1/5 ഇൻറ്റു ഇവിടെ ഛേദം 6 അല്ലേ, എളുപ്പത്തിൽ ചെയ്യാം. 6/6 മൈനസ് 1/6 ഇൻറ്റു 7ന് വരെ 7/7. ഇവിടെ ഛേദം 7 അല്ലേ, മൈനസ് 1/7 എക്സെട്ര 100/100 മൈനസ് 1/100. ഇപ്പം ഛേദം ഒരുപോലെ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ ഛേദം ഒരുപോലെ വെറുതെ കുറച്ചാൽ മതി. 5/5 മൈനസ് 1/5. അപ്പോൾ 4/5 ഇൻറ്റു 6/6 മൈനസ് 1/6. വെറുതെ കുറച്ച് എഴുതിയാൽ മതി. 6 മൈനസ് 1/6 അതായത് 5/6 ഇൻറ്റു 7/7 മൈനസ് 1/7. എന്താ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ കുറച്ച് എഴുതിയാൽ മതി. മുകളിൽ 7 മൈനസ് 1 6/7. ഇങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ അതുപോലെ 100/100 മൈനസ് 1/100. അപ്പോൾ 99/100. അപ്പം ഇങ്ങനെ പോയി ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഏറ്റവും മുകളിലത്തെ ആദ്യ സംഖ്യ ബാക്കിയെല്ലാം ഇങ്ങനെ പോയി. ഇതിപ്പോൾ ഇവിടെ 99/100. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ഫസ്റ്റും ഈ ലാസ്റ്റിലുള്ള ഡിനോമിനേറ്ററിലുള്ളതേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ക്യാൻസലായി പോകും. അതായത് ഇവിടെ ഒരു 99 വരും, 99 98 ഇങ്ങനെ വരും എക്സെട്ര. അപ്പോൾ ഈ 99 അങ്ങനെ കട്ടായി എക്സെട്ര ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആദ്യമുള്ള മുകളിലത്തെ അംശത്തിലെ 4 അടിയിലത്തെ 100 വരും. അപ്പം 4/100 വരും നമ്മുടെ ഉത്തരം. അപ്പോൾ എന്ത് വരും? ഇത് കട്ട് ചെയ്യുമ്പോൾ 25 400 1/25. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ മോഡലിലാ ചെയ്യാൻ വരുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഈ 1 ഇവിടെ ഛേദം 5 ആയതുകൊണ്ട് നമുക്ക് 1ന് വരെ 5/5 5/5 മൈനസ് 1/5. ഇവിടെ 6 ഛേദം, അതുകൊണ്ട് 1ന് വരെ 6/6 മൈനസ് 1/6. ഇവിടെ ഛേദം 7. അപ്പോൾ എന്ത് വരും? 7/7 മൈനസ് 1/7. അങ്ങനെ വന്ന് 100/100
ഒന്നിന് പകരം -1/100 അവിടെ വരെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്കിവിടെ ഛേദം ഒരുപോലായാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് എഴുതിയാൽ മതി വെറുതെ. 5-1/5 ഇൻറ്റു 6-1/6. ഛേദം ഒരുപോലാന്ന് വെറുതെ എൻട്രി ചെയ്താൽ മതി. ഇൻറ്റു 7-1/7. ഇങ്ങനെ വന്ന് ഇവിടെ ഇപ്പം 100 - 1/100. അപ്പം എന്ത് വരും? 5-1, അതായത് 4/5 ഇൻറ്റു 6-1 പോകുക 5/6 ഇൻറ്റു 6/7 ഇൻറ്റു എക്സെട്ര. ഇങ്ങനെ വന്ന് 100-1 പോകാൻ ഇവിടെ എത്ര? 99/100 എന്ന് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ക്യാൻസലായി പോകും. 5, 5, 6, 6, ഇവിടെ 7/8 അങ്ങനെ വന്ന് ഇവിടെ നമുക്ക് ഇവിടെ അതുപോലെ ക്യാൻസലാകും. 98/99 വരും. അപ്പോൾ 99 ക്യാൻസലാകും. അങ്ങനെ എല്ലാം ക്യാൻസലായി നമുക്ക് ആദ്യമുള്ള അംശത്തിലെ 4 അടിയിലുള്ള ഛേദത്തിലെ 100. അപ്പം മുകളിലുള്ള 4/100 അതൊഴിച്ച് ബാക്കി എല്ലാം കട്ട് ചെയ്ത് പോകും. അപ്പം 4/100 എന്ത് വരും? 4, 1, 4, 25, 400. 1/25 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 2 സംഖ്യകളുടെ തുകയും അവരുടെ വ്യത്യാസവും തന്നിരുന്നാൽ സംഖ്യകൾ ഏതല്ല, ഇതിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്, അങ്ങനെ ചോദിക്കാം. ഇവിടെ ആ മോഡലിൽ ചോദ്യം വന്നാൽ 2 സംഖ്യകളുടെ ഒരു ഉദാഹരണം നോക്കാം. 2 സംഖ്യകളുടെ തുക 100, വ്യത്യാസം 20 ആയാൽ വലിയ സംഖ്യ ഏത്? രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഇരിക്കുക. 100 + 20/2 120/2 60 കിട്ടും. ചെറിയ സംഖ്യ കാണാൻ ചോദിച്ചെങ്കിൽ 2 തമ്മിലുള്ള വ്യത്യാസം കാണണം. 100 - 20/2 2 തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് 2 കൊണ്ട് ഇരിക്കുക. 100 - 20/2 80/2 40. സംഖ്യ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ 60, 40. വലിയ സംഖ്യ. പെർസെൻറ്റേജ് ശതമാനം അതായത് 5% എന്ന് പറഞ്ഞാൽ 5/100. 20% എന്ന് പറഞ്ഞാൽ 20/100. എപ്പോഴും 100നെ അടിസ്ഥാനമാക്കിയാണ് ശതമാനം. 8% എന്ന് പറഞ്ഞാൽ 8/100. 1250ന്റെ 10% കാണാൻ പറഞ്ഞാൽ ഇന്ത്യ ഉള്ളിടത്തങ്ങ് ഗുണനച്ചിഹ്നം കൊടുത്ത ഇൻറ്റു 10%. 10/100 അതായത് 125 കിട്ടും. 1250ന്റെ 10%. ഇനി 33/3 എത്രയെന്ന് ചോദിക്കും. ഇപ്പോഴും ചോദിച്ചു കാണുന്നത് വളരെ. അത് ഈ 33/3 ഒരു മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നത്തെ വിഷമഭിന്നമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിഷമഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശം കൂടുതലും ഛേദം കുറവും. 33/3 അങ്ങ് മാറ്റണം. അങ്ങനെ മാറ്റും. രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 13 × 3 പ്ലസ് മുകളിലുണ്ടായിരുന്ന 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. 99 പ്ലസ് 1/3 അതായത് 100/3 വരും. 33/3 എന്ന് പറയാം 100/3. അതായത് 100/3 ശതമാനം. ശതമാനം എന്ന് പറയാൻ 100/3. ഇവിടെ ഒരു 1/100 ഇട്ട് കൊടുത്താൽ 100 വരണം ശതമാനം. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോയിട്ട് നമുക്ക് 1/3 കിട്ടും. 1/3 കിട്ടും. 2n - 2n-2ന്റെ വില 96 ആയാൽ n-ന്റെ വില 2n - ARn എന്ന് പറയാം. ARn ആണ് കൃത്യങ്ക നിയമം. അത് മാത്രം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. 2n - ഇനി നമുക്ക് അതുകൊണ്ട് നമുക്ക് 2n/2² എഴുതാം. n-2 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിടുക =96. ഇങ്ങനെ വന്നാൽ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2² × 2n - 2n the whole by 2². 2² എന്ന് പറഞ്ഞാൽ 4 =96. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2² ഇവിടെ എത്ര? 4 × 2n - 2n =96 × 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഇവിടെ രണ്ടിടത്തും 2n ഇനി പൊതുവായിട്ട് എടുക്കാം. 2n × 4 - 1 =96 × 4. 2n × 3 96 × 4. അപ്പോൾ 2n കാണാൻ 96 × 4 കൂടെ കിടക്കുന്ന 3 വെച്ച് ഹരിക്കുക. 3 96 കൊണ്ട് കിട്ടുമ്പോൾ 32. 2n = 32 × 4 അതായത് 2/4 32. 4 പകരം 2² എഴുതുക. എല്ലാം 2ന്റെ പവറാക്കി നമുക്ക് കൃത്യങ്ക നിയമം അനുസരിച്ച് എളുപ്പം ചെയ്യാം. അപ്പോൾ 2n = 2 4 × 2 എന്ന് പറഞ്ഞാൽ ARn + n. 2 4 + 2.
അതായത് വിച്ച് ഇംപ്ലൈസ് 2n സമം 2r. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് രണ്ടും തുല്യമായാൽ ട്രവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ n സമം 6 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൃത്യങ്ക നിയമങ്ങൾ തന്നെ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് ബൈഹാർട്ടാക്കുക. 3-4 സംഖ്യകൾ തന്നിട്ട് ഈ സംഖ്യകൾ കൊണ്ട് നിശേഷമായിരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. അങ്ങനെ ചോദിച്ചാൽ ഒന്നും ആലോചിക്കേണ്ട, അതിൻ്റെ ലെസ്സാഗ് LCM കണ്ടാൽ മതി. 3, 12, 6 ഈ സംഖ്യ കൊണ്ട് നിശേഷമായിരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഈ മോഡലിലാണ് ചോദ്യം ചോദിക്കുന്നത്. അതിൻ്റെ LCM കണ്ടാൽ മതി. ലെസ്സാഗ് 3, 12, 6 2 3 പറ്റാത്ത അങ്ങനെ തന്നെ 3, 2, 6, 12, 2, 3, 6 പിന്നെ 3 പറ്റത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞ 2 സംഖ്യക്കെങ്കിലും പറ്റണം. 3, 1, 3, 3, 3, 2, 6 1 പിന്നെ ഇനിയും കോമൺ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതാണ് LCM കാണാൻ സമം ഈ കിട്ടിയ എല്ലാം കൂടെ ഗുണിച്ചാൽ 2 × 3 × 1 × 2 × 3 × 1 2 × 3 6 2 12 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സംഖ്യകൾ കൊണ്ട് നിശേഷമായിരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ അതിൻ്റെ LCM കണ്ടാൽ മതി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ധാരാളം ക്ലാസ്സുകൾ വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2400 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ഹാളിൽ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.